ഇസ്രായേൽ മക്കളെ കേട്ടാലും പരമപ്രധാനമായത് ഇതാണ്. രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇതാണെന്നല്ല, ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം ഇതാണ്. എന്താണ്? ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന ത്രിമൂർത്തി തൃത്വസങ്കല്പമല്ല. ഇസ്രായേലെ കേൾക്കൂ, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ആ ഏകനായ ദൈവത്തെക്കുറിച്ച് അറിയാൻ നമുക്ക് കഴിയണ്ടേ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ അയച്ചവന് വിശ്വസിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്നവർക്കാണ് നിത്യജീവനെന്ന് യേശു പഠിപ്പിച്ചിട്ടില്ലേ? ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് ബൈബിൾ ഒരുപാട് ഭാഗത്ത് പറയുന്നു. ഖുർആൻ വേദപ്രമാണങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് കടന്നു വന്ന അവസാനത്തെ വെളിപാടാണ്. ഖുർആനിന് ശേഷം ഇനി ഒരു ഗ്രന്ഥം ലോകത്തേക്ക് മനുഷ്യർക്ക് മോചനം കാണിച്ചു കൊടുക്കാൻ, ശരിയായ വെളിച്ചം നൽകാൻ കടന്നു വരാനില്ല. അതുകൊണ്ട് തന്നെ അന്ത്യനാള് വരെ കടന്നു വരാനിരിക്കുന്ന സകല കാലഘട്ടങ്ങളിലുള്ള ജനങ്ങൾക്കും ദൈവികമാണ് എന്ന് ബോധ്യമാകുന്നതിനുള്ള തെളിവുകൾ ഖുർആനിലുണ്ട്. അത് ദൈവികമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്നു. ഖുർആൻ ആരാണ് റബ്ബെന്ന ചോദ്യത്തിന് അടിവരയിട്ട് 4 വചനങ്ങളിലൂടെ മറുപടി നൽകി. വളരെ സംക്ഷിപ്തമായിക്കൊണ്ട് ഖുർആനിന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ് 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ, ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയണം കാര്യം അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനാണ്, ലം യലിദ് വലം യൂലദ്, അവന് ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചുണ്ടായവനല്ല, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തത്തുല്യരായി ലോകത്താരും തന്നെയില്ല എന്ന് പറയുമ്പോൾ ആരാണ് നമ്മുടെ റബ്ബ്? അതെ, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ജൈനയെയും ബുദ്ധനെയും മുസൽമാനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ലോകത്ത് ജീവിച്ചിരിക്കുന്ന പരകോടി ജീവജാലങ്ങളെ മുഴുവൻ സചേതനവും അചേതനവുമായ സർവ്വ വസ്തുക്കളെയും സൃഷ്ടിപ്പ് നൽകി അവക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ റബ്ബ് ആരെന്ന ചോദ്യത്തിന് അവൻ ഏകനാണ് എന്ന മറുപടിയാണ് ഖുർആൻ നൽകിയത്.